നിങ്ങൾ തന്നെ പറയൂ സുഹൃത്തുക്കളെ, ഇതൊക്കെ കാണുമ്പോൾ നമ്മളെങ്ങനെ പറയാതിരിക്കും? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞു പോവും, ഏതൊരു മനുഷ്യനും പറഞ്ഞു പോവും. അതൊക്കെ തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയുമ്പം ചിലർ നമ്മൾ വർഗീയവാദിയും തീവ്രവാദിയും ഒക്കെ ആക്കി മാറ്റും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ, ജനങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്താന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? കണ്ടു നോക്ക്, എന്നിട്ട് പറയാം. മധ്യപ്രദേശിൽ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി 11,000 ലിറ്റർ പാൽ നർമ്മദാ നദിയിലേക്ക് ഒഴുക്കുന്ന ദൃശ്യങ്ങൾ വൈറലാകുന്നു. സെഹോർ ജില്ലയിലെ പതാലേശ്വർ മഹാദേവ് ക്ഷേത്രത്തിലായിരുന്നു ആചാരം. 21 ദിവസം നീണ്ടുനിന്ന മഹായജ്ഞത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നർമ്മദാ നദിക്ക് അഭിഷേകം നടത്തുന്നതിനായാണ് ടാങ്കർ ഉപയോഗിച്ച് വലിയ അളവിൽ പാൽ നദിയിലേക്ക് ഒഴുക്കിയത്. വീഡിയോ പ്രചരിച്ചതോടെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. കണ്ടില്ലേ, എന്താണ് 11,000 ലിറ്റർ പാലാണ് നദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നദിയിൽ ഒഴുക്കി കളഞ്ഞത്. അത് ടാങ്കറിൽ അടിച്ചിട്ട് 11,000 ലിറ്റർ പാല്. പട്ടണി സൂചികയിൽ നമ്മുടെ രാജ്യം എത്രാം സ്ഥാനത്തെന്നറിയോ? 105-ാം സ്ഥാനത്താണ് ഇന്ത്യ പട്ടണി സൂചികയിൽ. 23 രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 105-ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യം പട്ടണി സൂചികയിൽ. അതെ, പട്ടണി വന്ന് മരിക്കുന്നത് മണിക്കൂറിൽ എത്രയോ കുഞ്ഞുങ്ങളെന്നറിയോ നമ്മുടെ രാജ്യത്ത്? ആ രാജ്യത്താണ് നദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി 11,000 ലിറ്റർ പാല് നദിയിൽ ഒഴുക്കി കളയുന്നത്. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. അന്ധവിശ്വാസത്തിന്റെ പേരിലും കോപ്രായത്തിന്റെ പേരിലും കാണിച്ചു കൂട്ടുന്ന നോക്ക് 11,000 ലിറ്റർ. സൗത്ത് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ പട്ടണി സൂചിക നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു പട്ടണി ഇല്ലാത്തൊരു നാടെന്ന് പറയുന്നത് നമ്മുടെ മലയാളമാണ്, അല്ലെങ്കിൽ നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പട്ടണിയാണെന്ന്. പിഞ്ചു മക്കളടക്കം. എന്തിനു പറയുന്നത്? നമ്മൾ റോട്ടിൽ കാണുന്നില്ലേ? നമ്മൾ ഒരു ദിവസം വണ്ടി ഓടിച്ചു പോയി നോക്ക്, നമ്മുടെ നാട്ടിലെ സിഗ്നലിന്റെ അടുത്ത് എത്രയോ ഉത്തരേന്ത്യൻ കുട്ടികളാണ് അവിടെ നിൽക്കുന്നത്. എന്തിനാണ് അവർ കേരളത്തിലോട്ട് വരുന്നത്? ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ നാട്ടിൽ പട്ടണിയും പരിവട്ടവും ജോലിയും ഇല്ലാതെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? പട്ടണിയില്ലാത്തൊരു നാട് നമ്മുടെ നാടാണ്. നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. 11,000 ലിറ്റർ നദി പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്താണ്? നദി എന്നാണല്ലോ നമുക്ക് ഭക്ഷണം തരുന്നത്. നദി കോപിച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് 11,000 ലിറ്റർ പാല് നദിയിൽ ഒഴിക്കുന്നത്. എന്താ പറയുക? നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണ്? തുണിയില്ലാത്ത സ്വാമിമാരും നിക്കറിടാത്ത സ്വാമിമാരും അവന്മാര് കയറി ഇറങ്ങുന്ന നാടായി മാറുന്നത് നമ്മുടെ നാട്. അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കുഞ്ഞു കുട്ടികളെ വരെ കൊല്ലുന്ന നാടായി മാറുന്നു നമ്മുടെ നാട്. കണ്ടില്ലേ? UP-ല് 2 ദിവസം മുമ്പ് ഇളയ കുട്ടിക്ക് അസുഖം മാറാൻ വേണ്ടി മൂത്ത കുട്ടീനെ ബലി കൊടുത്തിരിക്കുകയാണ്. ഒരു പെൺകുട്ടീനെ ബലി കൊടുത്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. അതെ, ഇട്ടിരിക്കുന്ന നിക്കർ കാവിക്കളറാന്ന് നോക്കുന്ന നമ്മുടെ നാട്. അതെ, സിനിമയിൽ പോലും വർഗീയതയുണ്ടോ എന്ന് നോക്കിയിട്ട് അനുവാദം കൊടുക്കുന്ന നമ്മുടെ നാട്. ഇതാണ് നമ്മുടെ ഇന്ത്യ. 1,40,00,000 ജനങ്ങളുള്ള ഫ്രാൻസ് നമുക്ക് കോടിക്കണക്കിന് വിലയുള്ള റാഫേൽ ഉണ്ടാക്കി നമുക്ക് വിൽക്കുമ്പം നമ്മളിപ്പോഴും പാല് നദിയിൽ ഒഴുക്കുകയും തുണിയില്ലാത്ത സ്വാമിമാരുടെ സാമാനം തൊട്ട് നമസ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്. ഇട്ടിരിക്കുന്ന ജെട്ടിയുടെ കളർ വരെ നോക്കി നടക്കുകയാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. പട്ടണി സൂചികയിൽ 105-ാം സ്ഥാനത്താണ്. കുഞ്ഞുമക്കളടക്കം പട്ടണി വന്ന് മരിക്കുന്ന നാടായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട്. അവിടെയാണ് 11,000 ലിറ്റർ പാല് നദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നദിയിൽ ഒഴുക്കി കളയുന്നത്. എത്ര പിഞ്ചു മക്കൾക്ക് കൊടുക്കാം? എത്രയോ പിഞ്ചു മക്കൾക്ക് കൊടുക്കേണ്ട പാലാണെന്നറിയോ ഒഴുക്കി കളയുന്നത്? കുട്ടികൾക്ക് അസുഖം വന്നാൽ ഓക്സിജൻ ഇല്ല നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ കേരളത്തിലല്ല, ഉത്തർപ്രദേശും മറ്റ് ബീഹാറും ഈ സംഘപരിവാർ BJP ഭരിക്കുന്ന നാടുകളിൽ പശുവിന് ഓക്സിജൻ ഉണ്ട്, ആംബുലൻസ് ഉണ്ട്, ശുശ്രൂഷ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ മനുഷ്യർക്കില്ല. മനുഷ്യരെ പശുവിനെ കാട്ടി താഴ്ന്ന ജാതിയായിട്ടാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യ. ഇത്തരം സത്യങ്ങൾ നമ്മൾ തുറന്നു പറയുമ്പോൾ ചിലർ നമ്മളെ വർഗീയവാദിയും തീവ്രവാദിയും ഒക്കെ മാറ്റും. ഈ വീഡിയോയിലും കുറെ പേര് വന്ന് കമന്റ് ചെയ്യും, തീവ്രവാദി, സുഡാപ്പി, വർഗീയവാദി. ഒരു കുഴപ്പമില്ല, പറയേണ്ടത് പറയും. കാരണം ഇത് ഇന്ത്യയാണ്. ഇന്ത്യ ആരുടെ തന്തയുടെ വകയല്ല. പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ടില്ലേ? 11,000 ലിറ്റർ പാല് നദീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒഴുക്കിയിരിക്കുകയാണ്. നദി കോപിക്കും അല്ലെങ്കിൽ നദി കോപിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. എന്താ മക്കളെ നമ്മുടെ നാട്? ഫ്രാൻസ് ഞമ്മക്ക് അതോ 1,40,00,000 പേരേ ഉള്ളൂ അവിടെ. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് റാഫേൽ ഉണ്ടാക്കി വിൽക്കുമ്പം നമ്മളിപ്പോഴും നദിയിൽ പാല് ഒഴിച്ച് ഇട്ടിരിക്കുന്ന നിക്കറിന്റെ കളർ നോക്കി നടക്കുകയാണ്. ഇതാണ് ഡിജിറ്റൽ ഇന്ത്യ. എന്താ പറയാ? ഇതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഇന്ത്യ മക്കളെ, പറഞ്ഞിട്ട് കാര്യമില്ല.